ആ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സാക്ഷ്യമായിട്ട് ലോകത്തിന് നൽകുക. ആ സാക്ഷ്യം കണ്ട് മറ്റുള്ളവൻ ദൈവത്തിലേക്ക് കടന്നു വരണം. ഇതാണ് അത്ഭുതങ്ങളുടെ ക്രിസ്തു നൽകിയ സൗഖ്യത്തിൻ്റെയൊക്കെ വലിയൊരു ഒരു അർത്ഥമെന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ അവങ്കിലേക്ക് വരണം. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു. പരസ്യപ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിലൂടെ സൗഖ്യം കിട്ടിയ മനുഷ്യരിലൂടെ യേശുവിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ്റെ ചരിത്രം ഇങ്ങനെ തുടരുകയാണ്. 1952 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജർമ്മനിക്കാരനായ ആൽബർട്ട് സ്വീറ്റ്സർ എന്ന മനുഷ്യനാണ്. ജർമ്മനിക്കാരനാണ്. അപ്പം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളൊന്നാണ് ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് സമാധാനത്തിന് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് റെവറൻസ് ഫോർ ലൈഫ് എന്നാണ്. ജീവിതത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം ലഭിച്ചത്, നോബൽ പ്രൈസ്.